മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് അയാദത്തുൽ മരീദ്, രോഗിയായി കിടന്നാൽ സന്ദർശിക്കാൻ പോവുക, അവനെ ആശ്വസിപ്പിക്കാൻ പോവുക. നമ്മുടെ ചുറ്റുപാടുകളിൽ എത്രയെത്ര രോഗികളുണ്ട്, എത്രയെത്ര നിത്യവും കിടപ്പിലായ രോഗികളുണ്ട്. 4 ചുമരുകൾക്ക് അപ്പുറത്തേക്ക് ലോകമില്ലാത്ത എത്രയെത്ര ആളുകളുണ്ട്. അവരുടെ പ്രാഥമിക കാര്യങ്ങൾ പോലും മറ്റുള്ള ആളുകൾ ചെയ്തു കൊടുക്കേണ്ട എത്രയെത്ര ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. പാവങ്ങളല്ലേ അവർ, നമ്മെ പോലെ ഓടിച്ചാടി നടക്കേണ്ടവരല്ലേ അവർ. മദ്രസയിലേക്കെന്ന് വിചാരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് പോയേണ്ടവരല്ലേ, എത്തേണ്ടവരല്ലേ. കൈകാലുകൾക്ക് പ്രയാസമില്ലാത്ത അല്ലാഹു ആരോഗ്യം നൽകിയവരല്ലേ. അങ്ങനെയുള്ള ആളുകളായിരുന്നില്ലേ അവർ. ഇന്നവർ രോഗികളാണ്, കിടപ്പിലാണ്. നമ്മളെ പോലെ ഈ ചുറ്റുപാടുകളൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരാണ്. കൊണ്ടൂരങ്ങാടിക്കൊന്ന് പോവാൻ പൂതിയുള്ളവരാണ്. വാണിയമ്പലത്തേക്കൊന്ന് ബസ്സിന് കയറിയിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ്. പക്ഷേ അതിനൊന്നും സാധിക്കാതെ നിത്യരോഗികളായി വീടിന്റെ ഉള്ളിൽ കഴിയുന്ന പാവങ്ങളല്ലേ അവർ. അവരെ സന്ദർശിക്കലും ഹുഖൂഖുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് അയാദത്തുൽ മരീദ്, രോഗിയായി കിടക്കുന്ന ആളുകളെ സന്ദർശിക്കലും ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ മേൽ ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയാണ്. അവിടെ പോകണം, അവർക്ക് വേണ്ടി സമാശ്വസിപ്പിക്കുന്ന വാക്കുകൾ പറയണം. അല്ലാഹു നിങ്ങളുടെ രോഗങ്ങളൊക്കെ മാറ്റി തരട്ടെ എന്നവരോട് പറയണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരോട് സുഖവിശേഷങ്ങളൊക്കെ പറയണം. എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ നമുക്ക് നൽകാൻ പറ്റുമെങ്കിൽ നൽകണം. ഇതൊക്കെ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് ചെയ്യേണ്ട ബാധ്യതകളാണ്. രണ്ടാമത്